കറുപ്പം വെളുപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അതിഥികള് ശ്രീമതി ദിവ്യ എസ് അയ്യരും ശ്രീ രാകേഷും കർണനുമാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ കെ രാകേഷ് കണ്ണൂര് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് സ്ഥലം മാറി പോകുമ്പോൾ അദ്ദേഹത്തെ പറ്റി ശ്രീമതി ദിവ്യ എസ് അയ്യർ നല്ല എന്തോ വാക്കുകൾ പറയുകയും അദ്ദേഹത്തെ കർണനോട് ഉപമിക്കുകയും ചെയ്തു. കർണൻ ഒരു രക്തസാക്ഷിയായിരുന്നേ. മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്കറിയാം, കർണൻ ഒരു രക്തസാക്ഷിയായിരുന്നു. അങ്ങനെയാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. വീരശൂര പരാക്രമിയായിരുന്നു, അങ്ങനെയാണോ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല. ഇത് പറയുമ്പോഴത്തേക്ക് കർണനോട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് കർണന്റെ ഏത് ഗുണത്തോടാണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രീമതി ദിവ്യ എസ് അയ്യർ പറയുന്നില്ല. കേരളത്തിൽ IAS കിട്ടുന്ന പ്രത്യേകിച്ചും പെൺകുട്ടികൾ, IAS ടോപ്പറാകുന്ന പല കുട്ടികളും ഐച്ഛിക വിഷയമായിട്ട് അവർ പഠിച്ച വിഷയങ്ങളല്ല എടുക്കുന്നത്, അവർ മലയാളം എടുക്കുന്നത്. കാര്യം മലയാളം ആകുമ്പോഴത്തേക്ക് കുറച്ച് പഠിച്ചാൽ മതി, ഒരുപാട് വൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരത്തില്ല. അപ്പൊ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രീമതി ദിവ്യ എസ് അയ്യരും ചിലപ്പോൾ എടുത്തത് ഐച്ഛിക മലയാളമായിരിക്കാം, അല്ലായിരിക്കാം. എന്തായാലും മലയാള വിഷയം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അപ്പാവും അമ്മാവും ഒക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചു വിട്ടെന്നാണ് പുള്ളിക്കാരി രണ്ടാമത്തെ പോസ്റ്റിൽ പറയുന്നത്. എന്തായാലും കർണനെ പറ്റി അധികം പഠിച്ചിട്ടാണോ അതോ പഠിക്കാതെയാണോ പറയുന്നതെന്ന് അറിയില്ല. IAS ബുദ്ധിയിൽ വന്നത് കുബുദ്ധി ആയിരിക്കാനൊരു സാധ്യതയും കൂടെ ഉണ്ട്. അതായത് കർണനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ കർണന്റെ ജനനം തന്നെ അത്രയ്ക്ക് സുഖകരമായിട്ടുള്ള ജനനമല്ല. കന്യകയായ കുന്തിക്ക് സൂര്യനിൽ മോഹിച്ചുണ്ടായ രഹസ്യ പുത്രനായിരുന്നു കർണൻ. അതുകൊണ്ട് സാധാരണഗതിയിലുള്ള മാന്യന്മാർക്കൊന്നും ഉപമിക്കാൻ പറ്റിയ ഒരു ഉപമയല്ല കർണൻ. പിന്നെയോ അടവെല്ലാം പഠിച്ചതാ, ഒളിച്ചിട്ടും കള്ളം പറഞ്ഞിട്ട്, അങ്ങനെ ഗുരുനിന്ദയും കൂടെ കിട്ടി. ശ്രീ രാകേഷിനെ പറ്റിയിട്ട് അങ്ങനെ ശത്രുക്കൾ പോലും പറയത്തില്ല. അതും പോട്ടെന്ന് വയ്ക്കാം. ഉള്ള യുദ്ധങ്ങളിൽ മുഴുവൻ പരാജയമാണ്. കാര്യം പഠിച്ചതൊന്നും ഉറവാതെ പോകട്ടെ എന്നാണ് ഗുരു ശപിച്ചു വിട്ടത്. അപ്പൊ ചെയ്ത യുദ്ധങ്ങളെല്ലാം, അമേരിക്കയെ പോലെ ചെയ്ത യുദ്ധങ്ങളെല്ലാം തോറ്റ ഒരു ചരിത്രമാണ് കർണനുള്ളത്. ശ്രീ രാകേഷ് അങ്ങനെ ഒരു വ്യക്തിയൊന്നും അല്ലേ. എന്തൊക്കെയാണ് മാഡം ഉദ്ദേശിച്ച് പറഞ്ഞതെന്ന് അറിയില്ല. പിന്നെ ദാനശീലനായിരിക്കും. ആ ദാനശീലമാണ് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും മേടിച്ചിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അത് കൊടുത്തവർക്കും വാങ്ങിച്ചവർക്കും തമ്മിൽ അറിയാമോ. പിന്നെ കർണനെ പറ്റി പറയാൻ, വേറെ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് വേറെ യാതൊന്നും ഞാൻ വായിച്ച മഹാഭാരതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ മഹാഭാരതത്തിന്റെ രാമായണത്തിനൊക്കെ ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് വെർഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും വെർഷനിൽ ഏതെങ്കിലും നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ചത് വെച്ചിട്ട് ഈ ശ്രീ രാകേഷിനെ പോലുള്ള ഒരാളെ ഉപമിക്കുമ്പോഴത്തേക്ക് കർണനെ പോലുള്ള ഒരാളെക്കാളും മഹാഭാരതത്തില് എത്രയോ നല്ല വ്യക്തിത്വങ്ങളോടൊപ്പം ഉണ്ട്. എം ഡി ഇടത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് നല്ല വ്യക്തിത്വങ്ങളെ കാരണം എം ഡി മരിച്ചുപോയി. അദ്ദേഹം ഭീമനെ തന്നെ എടുത്തിട്ട് എന്ത് നല്ല രീതിയിൽ അതിനെ പ്രൊജക്ട് ചെയ്ത് അതിനെ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതേപോലെ കർണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ എടുത്തിട്ട് ഇത്രയും മോശപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് ശ്രീ രാകേഷിനെ, പ്രത്യേകിച്ച് സ്ഥലം മാറി പോകുമ്പോഴത്തേക്ക് എത്ര മോശപ്പെട്ട ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. അതൊക്കെ സർവീസിലൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ്. അതുവരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നവരൊക്കെ അയ്യോ ഇദ്ദേഹം ഇല്ലെങ്കിൽ ഈ ഓഫീസ് നാളെ നടക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ യാത്രയപ്പില് പറയുന്ന ഭംഗിവാചകങ്ങൾ മാത്രമാണ്. അങ്ങനെ ഭംഗിവാചകമാണ് പറഞ്ഞെങ്കിൽ ഓക്കെ, പിന്നെ ആലോചിച്ച് അർത്ഥത്തോടാണ് പറഞ്ഞെങ്കിൽ രാകേഷിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ചതി ചെയ്യേണ്ടായിരുന്നു. നന്ദി, നമസ്കാരം.